മിക്ക ആൺകുട്ടികളും കരുതുന്നത് നല്ലവനായാൽ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുമെന്നാണ്. അതെ, അതിന് പക്ഷെ അതൊരു തെറ്റായ ഒരു കാര്യമാണ്. ബ്രോ തന്നോട് ആരാ പറഞ്ഞേ? തന്നോടെങ്കിലും വന്ന് പെൺകുട്ടികൾ ആരെങ്കിലും വന്ന് പറഞ്ഞു? പെൺകുട്ടികൾ കൂടുതലും നല്ല ആൺകുട്ടികളെ ഒഴിവാക്കുകയേ ചെയ്യുള്ളൂ. നന്നായി, ഒരു കുഴപ്പമില്ല. കാരണം പെൺകുട്ടികളുടെ മൈൻഡിൽ മറഞ്ഞിരിക്കുന്ന കുറെ ട്രിഗറുകളുണ്ട്. പെൺകുട്ടികളുടെ മനസ്സിനകത്ത് മറഞ്ഞിരിക്കുന്ന ട്രിഗറുകൾ എന്താ സംഭവം? എന്താ ട്രിഗറുകളോ? എന്താ സംഭവം? പൊതുവെ സ്ത്രീകള് സ്ട്രെങ്ത്, ഡൊമിനൻസ്, ലീഡർഷിപ്പ് ഇത് കൂടുതലുള്ള ആൺകുട്ടികളെ സ്വാഭാവികമായിട്ട് അവര് അട്രാക്റ്റഡ് ആവും. അല്ലാത്തവരെന്നെ ഉമ്പിക്കൂ അവളുമാര്, അല്ലേ? ഇതല്ലേ പറഞ്ഞു? ഈ നല്ലവൻ എപ്പോഴും ധൈര്യക്കുറവോടുകൂടിയും അൺചാലഞ്ചിങ് ആയിട്ട് എപ്പോഴും യെസ് പറയുന്നവനൊക്കെ ആയിരിക്കും. അത്യാവശ്യം കൃപ ഉള്ളവനുമായിരിക്കും. ഇത് അവന്റെ വീക്ക്നെസ് ആണെന്ന് ഓട്ടോമാറ്റിക്കലി ഗേൾസ് കരുതും. ഓ മനസ്സിലായി, ഇപ്പൊ സംഭവം മനസ്സിലായി. ഓക്കെ ഓക്കെ, അവന്റെ വീക്ക്നെസ് ആണെന്ന് അവളുമാര് കരുതും അല്ലേ? അവളുമാരെ നിന്നോടൊക്കെ ചോദിക്കുന്നത്, നീയാണ് കരുതുന്നത്? പറയടി. ഡാർക്ക് സൈക്കോളജി പ്രകാരം സ്ത്രീകളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ആണുങ്ങളെ അവര് റെസ്പെക്ട് ചെയ്യും. എന്താ റെസ്പെക്ട് ചെയ്യുന്നത്? നല്ലവരായ ആൺകുട്ടികളെ അത് മടക്കി കൈവച്ചാ മതി, പെൺകുട്ടികളുടെ കൈവച്ചാ മതി. ഓക്കെ, അവള് റെസ്പെക്ട് ചെയ്യുന്നു. എന്റെ റെസ്പെക്ട് കോപ്പൊന്നും എനിക്ക് വേണ്ട, മനസ്സിലായില്ലേ? അവളുടെ റെസ്പെക്ട്. പെൺകുട്ടികൾ ഉയർന്നും താഴ്ന്നും പോകുന്ന വികാരങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ഡോപ്പമൈൻ റഷ് ഉണ്ടാക്കാൻ എന്തായാലും കഴിയും. അവള് പ്രതീക്ഷിക്കുന്ന എല്ലാ വിധത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങൾ വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് എന്തായാലും താല്പര്യം കുറയുക തന്നെ ചെയ്യും. ഒരു കുഴപ്പമില്ല, ആടിക്കോളൂ, നേരം വിളക്കണവരെ ആടിക്കോളൂ. എനിക്ക് ദുഷ്ടന്മാരെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നല്ലവനെ വിവാഹം കഴിക്കണം. ഭൂരിഭാഗം പെൺകുട്ടികളുടെയും മനോഭാവം ഇങ്ങനെയാണ്. ഭൂരിഭാഗം പെൺകുട്ടികളുടെ മനോഭാവം അങ്ങനെയാണ്. ബ്രോ പറയാൻ മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ച് എന്റെ ക്യാരക്ടർ മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടവളുമാരുടെയൊക്കെ ഇതിനനുസരിച്ച് എന്റെ സ്വഭാവ രീതി, ക്യാരക്ടർ മാറ്റണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതെന്ത് ബൗണ്ടറി? അത് സെറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് വിട്ട് കളഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ പിന്നാലെ പോകരുത്. ഒരിക്കലല്ലോ അച്ഛന്, ഒരിക്കലും പിന്നാലെ പോകുന്നില്ല കേട്ടോ. അയ്യോ, പിന്നാലെ പോകുന്നു. ഇതിനു വേണ്ടിയല്ലേ പിന്നാലെ പോകുന്നു? കളിക്കാനാണ്. പറ ബ്രോ, ഇതിനു വേണ്ടിയാ ബ്രോ? ഇതിനു വേണ്ടിയാ പിന്നാലെ പോകുന്നു? സ്നേഹിക്കാനോ? സ്നേഹത്തിന്റെ അവസാനം എന്താ ബ്രോ? അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്വഭാവം അതുപോലെ തന്നെ നിങ്ങളും അവളമാരുടെ അടുത്ത് പെരുമാറുക. എനിക്കതാ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ്, സീ യു.